My mother is sick in a hospital right now. I've come to Kerala. I've left my mother in the care of Kerala's nurses. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. എൻ്റെ അമ്മ സുഖമില്ലാതെ ഇപ്പോഴും ആശുപത്രിയിലാണ്. ഞാനിപ്പോൾ കേരളത്തിൽ വരുമ്പോൾ എൻ്റെ അമ്മയെ പരിചരിക്കുന്നത് ഈ കേരളത്തിൽ നിന്നുള്ള നഴ്സുമാരാണ്. I know without any doubt that they will look after her. എനിക്ക് ഒരു സംശയവുമില്ല, അവർ എൻ്റെ അമ്മയെ പരിപൂർണമായി സംരക്ഷിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. I know they will be kind. I know they will be kind. എനിക്കറിയാം അവർ കാരുണ്യത്തോടു കൂടിയായിരിക്കും എൻ്റെ അമ്മയെ സംരക്ഷിക്കുന്നത്. And that is important in life. അതാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. And your chief minister should have these values. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ആ മൂല്യങ്ങൾ ഉണ്ടാവണമായിരുന്നു. The prime minister should have these values. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് ആ കരുണയുടെ മൂല്യങ്ങൾ ഉണ്ടാവണമായിരുന്നു. Because these are the values of our country. കാരണം ഇത് ഈ രാജ്യത്തിന്റെ മൂല്യങ്ങൾ തന്നെയാണ്. This is the strength of our country. അതാണ് നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത്. When a person from any religion can walk comfortably in Kerala, can feel secure in Kerala, this is something that we should be really proud of. ഈ നാട്ടിൽ കേരളത്തിൽ ഒരു മനുഷ്യന് ഭയരഹിതമായി നടക്കാൻ കഴിയുമെങ്കിൽ, ഏതു മതത്തിൽപ്പെട്ടവനും ഭയരഹിതമായി നടക്കാൻ കഴിയുമെങ്കിൽ അതാണ് നമ്മുടെ നാടിന്റെ കരുത്ത്. That is what all our religions say. That is what the great leaders of Kerala has always said. അതുമാണ് നമ്മുടെ എല്ലാ മതങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുന്നത്. Narayana Guru did not say kill people, hurt people, be arrogant. He said be humble, be compassionate, be loving. നാരായണ ഗുരു ഒരിക്കലും മനുഷ്യനെ അപമാനിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അവരോട് അഹങ്കാരത്തോടു കൂടി പെരുമാറണം എന്ന് പറഞ്ഞിട്ടില്ല. മറിച്ച് കരുണയോടും സ്നേഹത്തോടും കൂടി പെരുമാറണം എന്നാണ് അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ളത്. And that is the type of government that the UDF wants to give Kerala. അങ്ങനെ ഒരു ഗവൺമെന്റിനെയാണ്, ഒരു സർക്കാരിനെയാണ് കേരളത്തിൽ UDF ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. A government that protects the people, listens to the people. ജനങ്ങളെ സംരക്ഷിക്കുന്ന, അവരെ കേൾക്കുന്ന ഒരു ഗവൺമെന്റിനെ UDF ഗവൺമെന്റ് ആക്കണം. Everybody makes mistakes. എല്ലാവർക്കും അവർക്ക് പറയാനുള്ളത് എല്ലാവരെയും കേൾക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ്. A government that is ready to accept its mistakes. ഒരു സർക്കാർ അവരുടെ തെറ്റുകൾ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സർക്കാർ. Most important, a government that respects and listens to every single person in Kerala. ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളത്തിലെ ഓരോ മനുഷ്യനെയും ബഹുമാനിക്കുകയും കേൾക്കാനും കഴിയുന്ന ഒരു സർക്കാർ കേരളത്തിൽ ഉണ്ടാവണം.